പരിശുദ്ധ റമളാൻ 10 പ്രത്യേകതയുണ്ട്. സയ്യിദത്തുന ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിവസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രഥമ ഭാര്യ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്റെ 25 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വനിത സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. അവിടുന്ന് വഫാത്തായത് റമളാൻ 10-നാണ്. പരിശുദ്ധ ഇസ്ലാമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയും, പുരുഷന്മാരിൽ സിദ്ദീഖുൽ അക്ബറും സ്ത്രീകളിൽ ഖദീജ ബീവിയും കുട്ടികളിൽ അലിയാർ തങ്ങളും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെയും അപ്പുറം നമ്മൾ പറയണം, ഖദീജത്തു അവ്വലു മിൻ ഖൽഖില്ലാഹി അസ്ലമ ബിഇജ്മാഇൽ മുസ്ലിമീന ലം യതഖദ്ദംഹാ റജുലുൻ വലം റഅത്തുൻ. മഹാന്മാരായ അഇമ്മത്തുകൾ, ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഖദീജ ബീവിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത്. ആണിലും പെണ്ണിലും ഒക്കെയായി ആദ്യം വിശ്വസിച്ചത് സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ലം യതഖദ്ദംഹാ റജുലുൻ വലം റഅ. അവരെക്കാൾ മുമ്പേ ഒരാണും മുസ്ലിമായിട്ടില്ല, ഒരു പെണ്ണും മുസ്ലിമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിൽ, പരിശുദ്ധമായ ദീനിൽ ആദ്യമായി അവർ വിശ്വസിച്ചു. മുത്തായ നബി തങ്ങളെ ഭർത്താവായി അവർ സ്വീകരിച്ചു. മുത്തുനബി തങ്ങളെ ഭർത്താവായി അവർ സ്വീകരിക്കുമ്പോൾ മക്കത്തെ രാജാത്തിയാണ് അവർ. വലിയ കുലീന കുടുംബത്തിൽ പിറന്ന് വലിയ കച്ചവട സാമ്രാജ്യത്തിന്റെ ഉടമയാ ഖദീജ ബീബിയെ പോലെ ഒരു പണക്കാരി മക്ക കണ്ടിട്ടില്ല. അത്രയ്ക്ക് സാമ്പത്തികമായ ഉയർച്ചയിൽ ഖദീജ ബീവി ജീവിച്ചു വരവെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നത്. ചരിത്രം പറയലല്ല ലക്ഷ്യം, അവരെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. നമ്മുടെ ഉമ്മയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും ഉമ്മമാരാകുന്നു മുത്തുനബിയുടെ ഭാര്യമാർ. അപ്പൊ ആരൊക്കെയാ ഉമ്മമാര്? നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ആരൊക്കെയാണ്? നമ്മുടെ ഉമ്മമാർ ആരൊക്കെയാണ്? ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബും കദാ ജുബൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയ അത്താഹു ഇബ്രാഹീമു മിൻ സുല്ലിയ ഫഉമ്മുഹു മാരിയത്തുൽ കിബ്തിയ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കൂടാതെ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒന്ന് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു, മറ്റൊന്ന് ഹഫ്സ ബീവിയാണ്, മറ്റൊന്ന് സൗദ ബീവിയാണ്, സഫിയ ബീവിയാണ്, മൈമൂനയാണ്, റംലയാണ്, ഹിന്ദാണ്, സൈനബാണ്, ജുബൈരിയയാണ്. അതുപോലെയാണ് അത്താഹു ഇബ്രാഹീമു മിൻ സുല്ലിയ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ, മാരിയത്തുൽ ഖിബ്തിയ എന്നൊരടിമ സ്ത്രീ കൂടെ മുത്തുനബിയുടെ ഭാര്യമാരിലുണ്ട്. ഇവരിലെല്ലാം ഏറ്റവും പ്രധാനിയാണ് സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങൾക്ക് അവരോളം സ്നേഹം
അവിടുത്തെ ഒരു ഭാര്യമാരോടും ഇല്ല. അവിടുന്ന് വഫാത്തായി കാലങ്ങൾ എത്ര കഴിഞ്ഞാണ് ആയിഷ ബീബി റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നത് അല്ലേ? ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച് പിന്നെ കാലം എത്രയോ കഴിയും. ആ ആയിഷ ബീബിയും ഒത്തും മറ്റ് ഭാര്യമാരോടൊത്തുള്ള മുത്തുനബിയുടെ ജീവിതത്തിലെല്ലാം എപ്പോഴും ഏത് സമയത്തും തന്റെ പ്രിയപ്പെട്ട ഖദീജാനെ കുറിച്ച് ഇങ്ങനെ പറയും ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പറയും. പണ്ടങ്ങോ എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ തന്റെ ഭാര്യയെ കുറിച്ച് ആയിഷ ബീവിയോട് മറ്റുള്ള ഭാര്യമാരോടുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നന്നായി മദ്ഹ് പറയും. എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെ ആയിരുന്നു, എന്റെ ഖദീജയോളം നിങ്ങൾ ആരും വരൂല്ല. ഖദീജ ബീവിയുടെ മഹത്വം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമെന്ന് മാത്രമല്ല, മുത്തുനബി തങ്ങൾക്ക് ആര് എത്ര വലിയ ഹദിയ കൊണ്ട് കൊടുത്താലും ആ ഹദിയകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തിട്ട് അതിങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇദ്ഹബൂ ബിഹാ ഇലാ ബൈതി ഫുലാനാ ഇന്നഹാ കാനത് സദീഖതൻ ലിഖദീജ ഇന്നഹാ കാനത് തുഹിബ്ബു ഖദീജ. തന്റെ ഭാര്യ എന്നോ മരിച്ചു ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇപ്പോ കിട്ടിയ ഹദിയ കൊടുത്തു വിടുന്നു. ആർക്ക്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, ഖദീജ ബീബിയോടൊപ്പം ജീവിച്ച പലരും അവിടെ ആ നാട്ടിലുണ്ട്. ഇന്നഹാ കാനത് സദീഖതൻ ലിഖദീജ, അവരെന്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ്. ഭാര്യയോടുള്ള സ്നേഹം തന്റെ ഭാര്യയുടെ കൂട്ടുകാരികൾക്കും സ്നേഹിതർക്കും ഹദിയകൾ കൊടുത്തുവിട്ടുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്ത് ഇതുപോലെ ഒരു ഭാര്യയെ സ്നേഹിച്ചൊരു ഭർത്താവിനെ മുത്തുനബിയല്ലാതെ നമുക്ക് വേറെ ആരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീബി ചെറുപ്പമാണ്, നല്ല ചെറുപ്പമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ലാ യകാദു യഖ്റുജു മിനൽ ബൈതി ഹത്താ യദ്കുറ ഖദീജ. മുത്തുനബി തങ്ങൾ എന്ന് വീട്ടിൽ നിന്ന് പോയാലും എപ്പോ പോയാലും എവിടേക്ക് പോയാലും എവിടുന്ന് വന്നാലും ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട പ്രഥമ ഭാര്യയെ കുറിച്ച് മദ്ഹ് പറയാത്ത, മഹത്വം പറയാത്ത ഒരൊറ്റ ദിവസവും മുത്തുനബിയുടെ ജീവിതത്തിലില്ല. എവിടെയും പോയാലും പറയും, വന്നാലും പറയും, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഇതിങ്ങനെ എപ്പോഴും കേട്ട് പെണ്ണുങ്ങളല്ലേ പോരെങ്കിലോ ആയിഷ ബീബി നല്ല ചെറുപ്പമാണല്ലോ. ഒരു ദിവസം കേട്ട് ദേഷ്യം പിടിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഹൽ കാനതു ഇല്ലാ അജൂസാ. നബിയെ, എന്തിനാണ് പണ്ടെങ്ങോ തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയായി വന്നു, പണ്ടെങ്ങോ മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചിട്ടോ എന്തിനാണ് നബിയെ ഹൽ കാനതു ഇല്ലാ അജൂസ? അവരൊരു കിളവിയല്ലായിരുന്നോ? അവരൊരു വെറും കിഴവിയല്ലായിരുന്നോ? ചെറുപ്പക്കാരിയായ ഞാനടക്കമുള്ള ഭാര്യമാർ തങ്ങൾക്കില്ലയോ ഹൽ കാനതു ഇല്ലാ അജൂസ? ആ കിഴവിയെ കുറിച്ച് എന്തിനാണ് തങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അവരെ മദ്ഹ് ഇങ്ങനെ പറയുന്നത്? നബിയേ, പെട്ടെന്നതാ മുത്തുനബി തങ്ങൾക്ക് സങ്കടം വന്നു. അവിടുത്തെ കണ്ണുകൾ നനഞ്ഞു, കവിളുകൾ സജലങ്ങളായി പെയ്തിറങ്ങുന്നു. അല്ലാഹുവിന്റെ റസൂല് ആയിഷയോട് പറഞ്ഞു, ആയിഷ, നീ അത് പറയല്ലേ ആയിഷ. ലാ വല്ലാഹി മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ. ആയിഷ, നിന്നെ പോലെ 1000 ആയിഷമാർ എന്റെ ജീവിതത്തിൽ വന്നാലും
ആരെല്ലാം എൻ്റെ ഭാര്യയായിട്ടുണ്ടായാലും ലാ വല്ലാഹി മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, എൻ്റെ ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ, എൻ്റെ ഖദീജയേക്കാൾ മഹത്വമുള്ള ഒരു ഭാര്യയെ, എൻ്റെ ഖദീജയേക്കാൾ പുണ്യം ചെയ്ത ഒരു പെണ്ണിന് പകരം വെക്കാൻ ഒരു ഭാര്യമാർക്കും പറ്റൂല, ഒരു പെണ്ണുങ്ങൾക്കും പറ്റൂല. സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടോ മുത്തുനബി തങ്ങൾ ആയിഷാക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, ആയിഷ നിനക്കെന്റെ ഖദീജാനെ അറിയൂല, നിനക്കെന്റെ ഖദീജാനെ അറിയൂല. ആമനതു ഇദാ കഫറന്നാസ് വസദ്ദഖതനി ഇദാ കദ്ദബനിന്നാസ് വവാസതനി ബിമാലിഹാ വറസഖനി മിൻഹൽ വലദാ ദൂന ഗൈരിഹാ മിനൻ നിസാ. നിനക്കറിയൂല ആയിഷ എൻ്റെ ഖദീജാന്റെ മഹത്വം. ആമനത്ത് ഇദാ കഫറന്നാസ്, ഞാൻ അല്ലാഹുവിന്റെ ദീനുമായി തൗഹീദുമായി വന്നപ്പോ എന്നെ ആളുകൾ നിഷേധിച്ചു, കള്ളനാക്കി, എന്നെ ഭ്രാന്തനാക്കി, സാഹിറാക്കി, എന്നെ വളരെ മോശക്കാരനാക്കി, എന്നെ അവർ നിഷേധിച്ചു. ആമന, എന്റെ ഖദീജ സധൈര്യം എന്നെ കൊണ്ട് വിശ്വസിച്ചവളാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാണ്. വസദ്ദഖതനി ഇദാ കദ്ദബനിന്നാസ്, ജനങ്ങൾ എന്നെ കള്ള 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 എന്ന് വിളിച്ചപ്പോൾ, ഒരു കള്ളപ്രവാചകനാക്കിയപ്പോൾ, ജനങ്ങൾ എന്നെ മോശക്കാരനാക്കിയപ്പോൾ, വസദ്ദഖതനി ഖദീജ, എന്റെ ഖദീജ എന്നെ വാസ്തവീകരിച്ചവളാണ്, എന്റെ ഖദീജ എന്നെ സമാധാനിപ്പിച്ചവളാണ്. വവാസതനി ബിമാലിഹാ, എന്റെ ഖദീജയെ പോലെ ഇട്ടുമൂടാനുള്ള സ്വത്ത് ഈ മക്കത്തൊരു കുടുംബത്തിനും ഒരു പെണ്ണിനുമില്ലായിരുന്നല്ലോ ആയിഷ. എന്റെ ഖദീജയാണ് ഈ മക്ക കണ്ട ഏറ്റവും വലിയ സമ്പന്നത, പണക്കാരിയായിരുന്നു. ആ പണം മൊത്തവും ആ സമ്പത്ത് മുഴുവനും വവാസതനി ബിമാലിഹാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് അവർ എനിക്കായി സമർപ്പിച്ചു. വറസഖനി മിൻഹൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ. ആയിഷ പറയുന്നത് കൊണ്ട് മോളെ നിനക്ക് പ്രയാസം വരല്ലേ ആയിഷ, നീയടക്കമുള്ള ഒരൊറ്റ ഭാര്യമാരിലും അല്ലാഹു എനിക്ക് മക്കളെ തന്നിട്ടില്ല. പടച്ചറബ് എനിക്ക് മക്കളെ തന്നത് എന്റെ ഖദീജയിലൂടെയാ. എന്റെ കരളിന്റെ കഷ്ണം ഫാത്തിമ, ആ ഫാത്തിമയെ പ്രസവിച്ചതും ഖദീജയാ. എന്റെ പൊന്നുമോള് സൈനബിനെ പ്രസവിച്ചതും ഖദീജയാ. എന്റെ മോള് ഉമ്മു കുൽസുമിനെ പ്രസവിച്ചതും ഖദീജയാ. എന്റെ പൊന്നുമോന് ഖാസിമിനെ പ്രസവിച്ചതും ഖദീജയാ. വേറെ ഒരു ഭാര്യമാരിലും എനിക്ക് മക്കളെ തന്നില്ല ആയിഷ. അത്രയ്ക്ക് മഹത്വമുള്ളവളാണ് എന്റെ പ്രിയപ്പെട്ടവൾ, എന്റെ ഖദീജ. സയ്യിദുനാ വനബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. മറ്റൊരു കുട്ടിയെ മാരിയത്തുൽ ഖുബ്തിയ എന്ന ഒരു ഭാര്യയിൽ അല്ലാഹു കൊടുത്തു. പക്ഷേ ഇബ്രാഹിം അത്താഹു ഇബ്രാഹിമു മിൻ സുരിയ ഫഉമ്മുഹു മാരിയത്തുൽ ഖുബ്തിയ. മരിയത്തുൽ ഖുബ്തിയ എന്ന ഭാര്യയിലൂടെ ഇബ്രാഹിം എന്നൊരു മകനെ അല്ലാഹു കൊടുത്തു. പക്ഷേ ഖാസിമും മരിച്ചു, ഇബ്രാഹിമും മരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, മുത്തനബിക്ക് 49 വയസ്സുള്ളപ്പോൾ ഒരു പരിശുദ്ധ റമളാനിന്റെ 10 ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. നാഥനായ അല്ലാഹുവേ, ആ
ആ പുണ്യമഹതിയായ ലോകത്തിന്റെ ഉമ്മയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കൃഷ്ണമായ ഉമ്മയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗം പുൽകാൻ നാഥനായ റബ്ബേ ഞങ്ങൾക്ക് മുഴുവനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ.